പൊന്നുമോനെയും മക്കയും വിട്ടുപിരിയാൻ അബൂ ത്വാലിബിന് ഇഷ്ടമില്ല. പക്ഷെ കുടുംബ പ്രാരാബ്ധങ്ങൾ കാരണം വ്യാപാരയാത്ര നടത്താതിരിക്കാൻ കഴിയില്ല. മക്കയിൽ ആളുകളുടെ പ്രധാന ഉപജീവനം കച്ചവടമാണ്. സീസണുകളിലെ വ്യാപാരയാത്രകളാണ് മക്കയിലെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. തൽക്കാലം മകനെ മറ്റുള്ളവരേൽപ്പിച്ചു പോകാം, അതേ മാർഗമുള്ളൂ. ഉത്തരവാദിത്വപ്പെട്ടവരേൽപ്പിച്ചു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അപ്പോൾ തന്നെ മകൻ്റെ മുഖഭാവങ്ങൾ മാറിത്തുടങ്ങി. പിതൃവ്യൻ്റെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണിൽ പിടിച്ചു. ഉപ്പ എന്നെ ആരേൽപ്പിച്ചിട്ടാണ് പോകുന്നത്? ഉമ്മയും ഉപ്പയുമില്ലാത്ത ഞാനിവിടെ ഒറ്റയ്ക്കായി പോവില്ലേ? എന്നെയും കൂടെ കൊണ്ടുപോയി കൂടെ? കണ്ണുകൾ ഈറനണിഞ്ഞു. തന്നെ വിട്ടുപിരിയാനുള്ള മകൻ്റെ വേദന അബൂ ത്വാലിബിന് ബോധ്യമായി. വിരഹത്തിൻ്റെ വേദനയേൽപ്പിക്കുന്ന മുറിവ് തിരിച്ചറിഞ്ഞു. അനുകമ്പയും വാത്സല്യവും പതഞ്ഞു പൊങ്ങി. മകനെ വാരിപ്പുണർന്നുകൊണ്ടിങ്ങനെ പറഞ്ഞു, അള്ളാഹു സത്യം, മോനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും. മോനെ വിട്ടുപിരിയുന്നത് എനിക്കും കഴിയുന്നില്ല. ഇല്ല, ഒരിക്കലും ഞാൻ വിട്ടുപോകില്ല. 4 വർഷത്തെ വേർപിരിയാത്ത ജീവിതത്തിൻ്റെ തുടർച്ച. 12 വയസ്സുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പയോടൊപ്പം യാത്രാ സംഘത്തിൽ ചേരാൻ തീരുമാനിച്ചു. ഷാമിലേക്കാണ് യാത്ര. ആധുനിക സിറിയയാണ് ഷാം എന്ന് പറയുന്നത്. യാത്രാമധ്യേ ഇടത്താവളങ്ങളിൽ വിശ്രമിക്കും. ശേഷം യാത്ര തുടരും. അങ്ങനെയാണ് പതിവ്. യാത്രാസംഘം ബുസ്ര, ആധുനിക സിറിയയിലെ ഹൗറാൻ എന്ന പ്രദേശത്തെയാണ് ബുസ്ര പട്ടണമെന്ന് പറയുന്നത്. അങ്ങനെ യാത്രാസംഘം ബുസ്ര പട്ടണത്തിലെത്തി. സാധാരണ ഖുറൈശികളുടെ വ്യാപാര സംഘം തമ്പടിക്കുന്ന മരച്ചുവട്ടിൽ തന്നെ തമ്പടിച്ചു. അതിനോടടുത്തൊരു പുരോഹിതൻ്റെ ആശ്രമമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജർജിസ് എന്നാണ്. അക്കാലത്തെ വേദജ്ഞാനികൾ ഒന്നാമനായിരുന്നു അദ്ദേഹം. ആത്മീയ ഗുരുപരമ്പരയിൽ ഈസാ നബി അലിഹിസ്സലാമിനു ശേഷം 6ാമത്തെ ആളായിരുന്നു ജർജസ്. പരമ്പരയുടെ ക്രമം നമുക്കിങ്ങനെ പറയാം: ഈസാ അലിഹിസ്സലാം, യഹ്യ അലിഹിസ്സലാം, ദാനിയേൽ അലിഹിസ്സലാം, ദസീഖ പുരോഹിതൻ, നസ്വതുറസ് പുരോഹിതൻ, മകൻ മൗഈദ്, ജർജിസ്, അബ്ദുല്ലാ, അൽ ഇസ്വ് ബഹാനി. ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹീറ എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അഗാധ ജ്ഞാനമുള്ള വേദപണ്ഡിതൻ എന്നാണ് ബഹീറ എന്നതിൻ്റെ അർത്ഥം. ജൂതമതത്തിലാണല്ലോ ക്രൈസ്തവ മതത്തിലാണോ ഇദ്ദേഹം ഉണ്ടായിരുന്നത് എന്നതിൽ അഭിപ്രായങ്ങളുണ്ട്. ആദ്യം മൂസാ നബിയുടെ മാർഗത്തിലും തുടർന്ന് ഈസാ നബിയുടെ മാർഗത്തിലും എന്ന അഭിപ്രായ സമന്വയവും രേഖകളിൽ വന്നിട്ടുണ്ട്. ജർജസ് ഖുറൈശി യാത്രാ സംഘത്തെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ചില പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബഹീറ ആലോചിച്ചു, ആർക്കു വേണ്ടിയായിരിക്കും ഈ സംഘത്തോടൊപ്പം മേഘം സഞ്ചരിക്കുന്നത്? മേഘം തണൽ നൽകുന്ന ആ വ്യക്തിയെ എങ്ങനെയാണൊന്ന് കണ്ടുമുട്ടുക? പൊതുവെ ഞാൻ പുറത്തു പോകാറില്ല. യാത്രാ സംഘങ്ങൾ പലതും കടന്നു പോകും, ഞാൻ ശ്രദ്ധിക്കാറുമില്ല. അവസാനം ഈ ഉപായം കണ്ടെത്തി. ഒരു സദ്യ ഒരുക്കിയിട്ട് ഈ സംഘത്തെ ഒന്ന് ക്ഷണിച്ചാലോ? ശരി, യാത്രാ സംഘം ക്ഷണം സ്വീകരിച്ചു. സദ്യയ്ക്ക് അവർ എത്തിച്ചേർന്നു. ഏവരെയും ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി. ആഗതർക്ക് ബഹുമാനവും സന്തോഷം വർദ്ധിച്ചു. ബുസ്രയിലെ ഉന്നത പണ്ഡിതനാണല്ലോ സദ്യയ്ക്ക് ക്ഷണിച്ചത്. പ്രകാശം തുളുമ്പുന്ന പ്രൗഢിയുള്ള മുഖം, കുലീനമായ പെരുമാറ്റം. ആതിഥേയനിൽ ആഗതർക്ക് അത്ഭുതം. പക്ഷേ ബഹീറയുടെ നോട്ടം മറ്റൊന്നായിരുന്നു. മേഘം തണൽ നൽകുന്ന സഞ്ചാരി എവിടെ? സദ്യക്കെത്തിയവരിൽ ആൾ വന്നിട്ടില്ലല്ലോ. സംഘത്തോടായി പാതിരി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സംഘത്തിലെ എല്ലാവരെയുമാണ് വിരുന്നിരുന്ന് ക്ഷണിച്ചത്. ഒരാളും ഒഴിയാതെ എല്ലാവരും എത്തിയില്ലേ? ഇടയിലൊരാൾ ചോദിച്ചു, ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഇതുവഴി കടന്നുപോയിട്ടുണ്ട്. ഇതെന്താ പതിവില്ലാത്ത വിധം ഇപ്പോൾ ഒരു സൽക്കാരമൊരുക്കിയത്? ശരിയാണ്, നിങ്ങൾ അതിഥികളാണല്ലോ. ഒന്നു ക്ഷണിച്ചു എന്നു മാത്രം. ഇനിയും ആരോ വരാൻ ബാക്കിയുണ്ടല്ലോ.